ഞാനത് ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഞാൻ പറയുന്നത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോഴും പറ്റില്ല. ഞാൻ ആ മണം ഉണ്ടാക്കിയിട്ട് ഞാൻ കരഞ്ഞു പോയിച്ചു. സൂപ്പർ സ്റ്റാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വെറ്റുകൂറോട് ഒരു സാധനം കാണിച്ചു. ഞാൻ എൻ്റെ തൊപ്പിക്കൂറ് മണം അടിക്കാറുണ്ട്. അത് രണ്ടാളാണ് ആകെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വേപ്പൺ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പെർഫ്യൂമേ പഠിക്കാൻ ഈസിയാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ സുഗന്ധമായി ചിന്തിക്കുക, സുഗന്ധമായി പ്രവർത്തിക്കുക. അപ്പൊ എന്താണ് സുഗന്ധങ്ങൾ? നിങ്ങളുടെ പുഞ്ചിരികൾ, നിങ്ങളുടെ നല്ല പ്രവർത്തികൾ, നിങ്ങളുടെ നല്ല ഡ്രസ്സിങ്, നിങ്ങളുടെ വാക്കുകളുടെ വാല്യൂ, അത് ഉണ്ടാവും തോറും നിങ്ങളുടെ സുഗന്ധം ഉണ്ടാവും. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ. ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പേര് മാത്രം മതി. കാരണം പേര് ഒരു ബ്രാൻഡാക്കി മാറ്റിയ കിങ് ഓഫ് പെർഫ്യൂം മേക്കർ, ഫ്രാഗ്രൻസ് കിങ് എന്ന് വേണ്ട, ഡോക്ടർ ഓഫ് ഫ്രാഗ്രൻസ്, അങ്ങനെ ഒരു സകല കലാ വല്ലഭനാണ് എന്റെ കൂടെ ഉള്ളത്. ഇറ്റ്സ് നൺ അനദർ ദാൻ യൂസഫ് ഭായ്. ഹായ് യൂസഫ് ഭായ്, നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല് എവിടെ പോയിട്ട് വന്നതാണ്? ഞാൻ മോഡൽ ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ അറിഞ്ഞതാണ് ചോദിച്ചത്. കാരണം നമ്മൾ വിളിച്ച സമയത്ത് യൂസഫ് ഭായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു റാം വാക്കിന് പോണേ. പക്ഷെ അപ്പോഴും യൂസഫ് ഭായി ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിൽ എക്സ്പെക്ട് ചെയ്തു. കാരണം ഞാൻ യൂസഫ് ഭായിയുടെ ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഫോണിലൂടെ. പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യം, പക്ഷെ നേരിട്ട് എന്റെ മനസ്സിലൊരു ഇതുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു മജീഷ്യൻ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലൊക്കെ തോന്നി. എന്തായാലും കോസ്റ്റ്യൂം പൊളിച്ചു. നമ്മള് എങ്ങനെ ആയിരിക്കണം, നമ്മൾ എന്തായിരിക്കണം എന്നുള്ള സംശയം ഡിഫറെന്റ് അതേഴ്സ് ചിന്താഗതി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ശ്രമിക്കും. അപ്പൊ അതിന്റെ ഒരു കോലങ്ങളാണ് ഇതൊക്കെ. തൊപ്പി ഇങ്ങനെയൊക്കെ. പിന്നെ വരും തലമുറകൾക്ക്, എൻ്റെ മക്കൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രേരണകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ആക്റ്റീവിലൂടെ കാണിച്ചു കൊടുക്കാൻ, ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഈ ഒരു എന്താ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലെ ഒരു ഡ്രസ്സിംഗ് ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർഫ്യൂംസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യോ? തീർച്ചയായിട്ടും. ഏത് തരം ഡിസൈനും എന്ത് തരം ചെയ്താലും, ഏത് തരം മേക്കപ്പ് ഇയാൾ ചെയ്ത് ഈ കാണാമോ ഭംഗിയുള്ള മുഖം കണ്ട് നമ്മൾ എത്ര ചെയ്താലും നിങ്ങളുടെ ഫൈനൽ ടച്ച് ശരിക്കും പറഞ്ഞ പെർഫ്യൂമാണ്. നമ്മൾ ഒരു പെർഫ്യൂം അല്ലാതെ നന്നായി ഡ്രസ് ചെയ്തു, മേക്കപ്പ് ചെയ്യാൻ കുറെ നേരം എടുത്തു, പേരെടുത്തു, നമുക്കൊരാളെടുത്ത് പോകാൻ കോൺഫിഡൻസ് കുറയും. പെർഫ്യൂം നിങ്ങളത് സാധാ ഒരു നോർമൽ ഡ്രസ്സാണ്, നല്ലൊരു മണമുണ്ടെങ്കിൽ നമുക്ക് ആരെടുത്ത് കയറി ഹഗ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പെർഫ്യൂമാണ്. ഇനി യൂസഫ് ഭായിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു റാംബോക്ക് കഴിഞ്ഞിട്ട് വന്നാണ്. നമുക്ക് എല്ലാവർക്കും മലയാളികൾ മാത്രമല്ല, കാരണം യൂസഫ് ഭായിനെ തേടിയിട്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അപ്പം എല്ലാ ആൾക്കാരും ഇപ്പം യൂസഫ് ഭായ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു പെർഫ്യൂം മേക്കർ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് നമ്മളിലേക്ക് എത്തിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡഡ് പെർഫ്യൂംസ് എത്തിക്കുന്നു. അതിനേക്കാളും ഒക്കെ ഉപരി യൂസഫ് ഭായ് ഒരു ഫോട്ടോഗ്രാഫർ ആണ്, ഒരു മോഡലാണ്, പിന്നെ ആർട്സ്, സ്പോർട്സ് എന്ന് വേണ്ട, ഇനി അറിയാത്ത ഏതെങ്കിലും കൈവെക്കാത്ത മേഖല ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് തരം ആർട്സ് ചെയ്യുന്നവരെയും ആർട്സിനെ പ്രണയിക്കുന്നവരെയും എനിക്ക് ഇഷ്ടമാണ്. പാട്ട് പാടാൻ ചോദിച്ചു കഴിഞ്ഞാല് മൂളും വേണമെന്നത്, അല്ലാതെ ബാക്കിയുള്ള എല്ലാ തരം ആർട്സ് പരമായിട്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ തന്നെ ടോപ്പിൽ നിൽക്കുന്ന, ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, സ്പോർട്സിൽ ഇപ്പോഴും ഞാൻ മാസ്റ്റേഴ്സ് മീറ്റിന് പോയി ഇന്റർനാഷണൽ ആയിരുന്നു, നാഷണൽ ലെവലിലൊക്കെ ചാമ്പ്യനാണ്. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് എന്തിനും എല്ലാ കാരണങ്ങൾക്കും നമ്മൾ പഠിച്ച തമ്പരാൻ ഓരോ കാരണങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ എത്തിപ്പെടാം. നിങ്ങളിൽ എന്തോ ഒളിഞ്ഞെടുക്കുന്നുണ്ട്, അതിനെ ഉണർത്താനുള്ള, അത് എവിടെയാണെന്നുള്ളതാണ്. അത് ലാസ്റ്റ് വന്നത്, ഇപ്പൊ എന്റേത് വന്നു നിന്നത് ഒരു പക്ഷേ പെർഫ്യൂമുകളായിരുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ യൂസഫായി എന്നുള്ള യൂസഫായി ഒരു ദിവസം കൊണ്ടുണ്ടായതാണ്. ഒരുപാട് കാലങ്ങൾ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട്. ഇപ്പം യൂസഫ് ഭായ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത് ഈ കാണുന്നത്, ശരിക്കും അതാണ്. കാരണം യൂസഫ് ഭായ് അത് പറയാൻ കാരണം അറിയോ,
പല സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെയും ബാക്കില് ഒരു വലിയ സ്റ്റോറീസ് ഉണ്ടാവും. അതായത് അവര് വന്നിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് വലിയൊരു സ്റ്റോറീസ് ഉണ്ടാവും. സോ യൂസഫായി കണ്ടിന്യൂ ചെയ്തോളൂ. കൂട്ടത്തില് എങ്ങനെയാണ് യൂസഫായുടെ ഒരു ജേർണി അല്ലെങ്കിൽ ഒരു ബാക്കിലേക്ക് ഒരു ഹാർഡ് വർക്ക്? എനിക്കറിയാം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ കാണുന്ന ഒരു സക്സസ് ആയിട്ടൊരു ബ്രാഞ്ചിലേക്ക് മാറിയത്. സോ സ്റ്റോറീസ് പറഞ്ഞു അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു റീസൺ. യൂസുഫായിക്ക് സാധാരണ മറ്റുള്ള പഴയ ആൾക്കാരുടെ സ്റ്റോറി പോലെ തുടക്കം ഈ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കോളേജ് ഡിഗ്രി കഴിയുമ്പോൾ എന്നോട് നമുക്കൊരു പാഷൻ ഉണ്ടാവില്ല, നിനക്ക് എന്താവണം എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു എനിക്ക് പോലീസ് ഇൻസ്പെക്ടർ ആവണം, ചിലർ പറഞ്ഞു എനിക്ക് വക്കീലാവണം, എനിക്ക് എഞ്ചിനീയർ ആവണം. എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഗൾഫിൽ പോകണം. കാരണം അന്നത്തെ സ്വപ്നങ്ങൾ ഗൾഫാണ്. എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഗൾഫ്, എൻ്റെ അമ്മാവന്മാരൊക്കെ ഗൾഫിലാണ്. അപ്പൊ ഗൾഫിൽ പോകണം എന്നുള്ളതാണ്. പക്ഷെ ആ നിലപാട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് ശരിയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാനെന്ന വ്യക്തി തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്ത്യയിലായിരുന്നു, കേരളത്തിലായിരുന്നു എന്നെങ്കിൽ, പക്ഷെ കേരളം എന്നുള്ള മണ്ണ് എന്നെ ഒരുപാട് പഠിക്കാനും പഠിപ്പിക്കാനും അതിൻ്റെ സുഗന്ധങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനെന്ന യൂസുഫായി ആക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് യൂണിവേഴ്സ് ഓഫ്, അതായത് ഒരു ഫ്രാഗ്രൻസിന്റെ വേൾഡ് എവിടെയെന്ന് വെച്ചാൽ ഞാനൊരു പക്ഷെ ഞാൻ പറയും അത് ദുബായാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പെർഫ്യൂം ഉള്ളത് നമ്മുടെ ദുബായിലാണ്, ദുബായ് മാളില്. അത് അതിനെ കുറിച്ച് അത് നമുക്കൊരു സാധനം പൈസ ഉണ്ടെങ്കിൽ അത് അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഒരുപാട് കൾച്ചറും ഒരുപാട് രൂപങ്ങളും ഒരുപാട് മണങ്ങളും ഓരോ നാഷണാലിറ്റിക്കും ഓരോ ആൾക്കാർക്കും വെവ്വേറെ ചിന്താഗതികളും അവരുടെ ടേസ്റ്റുകളും അവരുടെ നോസുകളും വ്യത്യസ്തമാണ്. അത് പഠിക്കാൻ പറ്റുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനെ വെച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. ദുബൈയുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ദുബൈയുടെ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോബഡി ക്യാൻ എക്സ്പ്ലെയിൻ. ഒരിക്കലും ഒരുപാട് കളർഫുള്ളും വൈവിധ്യവും മ്യൂസിക്കുകളും ഫ്രാഗ്രൻസുകളും ഒരുപാട്, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സുഗന്ധം ഉണ്ടാവുക. അതാണ് ദുബായ്. ഇപ്പം യൂസഫായിനെ ഒരാൾക്ക് കാണണമെന്നില്ല, ഒരു 5 മിനിറ്റ്, ഞാൻ കള്ളം പറയില്ല, ഒരു 5 മിനിറ്റ് യൂസഫായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. കാരണം എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കും. സോ എനിക്ക് തോന്നുന്നു യൂസഫായുടെ ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ആ ഒരു സക്സസിന്റെ പിന്നിലും ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോ ഈ ഒരു സ്റ്റൈലിനെ പറ്റി പറഞ്ഞില്ലേ, അതിനെ പറ്റി ചോദിക്കാം. കുറെ നാള് മുന്നേ യൂസഫായുടെ ഒരു സ്റ്റൈല്, ഇപ്പൊ ഡ്രസ്സിംഗ് ആയിക്കോട്ടെ, അപ്പിയറൻസ് ആയിക്കോട്ടെ, ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, സംതിങ് ഡിഫറെന്റ്. അതായത് കുറെ ആൾക്കാരുടെ ഇടയിൽ യൂസഫായി നടന്നു പോകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരുപക്ഷെ അങ്ങനെ ആവാം. കാരണം യൂസുഫായി എന്നുള്ള ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കിയത്, ജനങ്ങൾ ഉണ്ടാക്കി തന്നതാണ്. ഞങ്ങളുടെ ഷോപ്പിന്റെ പേര് ദീപ് ഇമാറസ് പെർഫ്യൂം എന്നാണ്. അതിന്റെ മുമ്പ് ജാഷൻ ഇതായിരുന്ന ബുക്ഷാനോ ഒരു പേര്. എന്നെ ജനങ്ങൾ യൂസുഫായുടെ ഷോപ്പിൽ പോയിട്ട് പോവാ, യൂസുഫായുടെ ഷോപ്പിൽ പോവാ, യൂസുഫായിനെ കാണാം, യൂസുഫായി ചെയ്തു തരും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്യുന്നത് ഞങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ യൂസുഫായിനാണ് സെർച്ച് ചെയ്യുന്നത്. വൈനോട്ട്, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അങ്ങനെ യൂസുഫായിനെ ജനങ്ങളിലാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതായിട്ടാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. അല്ല, തീർച്ചയായിട്ടും ഇപ്പം യൂസഫായുടെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. അത് ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പെർഫ്യൂം മേക്കറായിട്ടാണ് നമുക്കൊക്കെ അറിയാമെങ്കിലും ഈ പറയണത് പോലെ തന്നെ ഫിറ്റ്നസ് അതുപോലെ തന്നെ സ്പോർട്സ് എല്ലാത്തിലും ആക്റ്റീവ് ആണ്. സോ എനിക്ക് ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാല്, യൂസഫായി എല്ലാ ദിവസവും ഷോപ്പിൽ പോകുന്ന ഒരാളെന്നാണ് എനിക്ക് അറിയാവുന്നത്. എല്ലാ ദിവസവും ഷോപ്പിൽ പോകാത്ത ഒരു ദിവസം പോലും ഇല്ല. പക്ഷെ അതിനിടയിൽ ഇപ്പൊ പറയുന്നത് റാംബോക്ക് വന്നു, അതിനിടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഫിറ്റ്നസിന്റെ കുറെ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് യൂസഫായി ഇത്ര രസം? കാരണം നമ്മുടെ ദുബായ്ക്കാരെ സമയത്ത് നമ്മൾ എപ്പോഴും പറയും സമയമില്ല എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഇതിനൊക്കെ യൂസഫായിക്ക് കൃത്യമായിട്ട് സമയം കിട്ടുന്നത്? അതിന് ഒരു ഉദാഹരണം നാടൻ ഭാഷയിൽ എല്ലാവർക്കും, എന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ ചാവക്കാട് ബീച്ച് കടപ്പുറത്തുകാരനാണ്. ആ ഭാഷ ജനങ്ങളിലേക്ക് എനിക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അതേ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടില് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂൾ മാഷുണ്ട്, ടീച്ചറുണ്ട്, അവരുടെ 3 കുട്ടികളുണ്ടാവും.
അവർ കാലത്ത് 8 മണിക്ക് കുട്ടികളെ ഡ്രസ്സ് തേച്ച് കഴിഞ്ഞ് കുട്ടികളുടെ അവരുടെ ഭക്ഷണം, ഉച്ചക്കലത്തെ ടിഫിനും എല്ലാ സാധനം ഭക്ഷണമൊക്കെ തിരിച്ചിട്ട് ആ മാഷും ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ, അതായത് സാധാരണക്കാരൻ യൂസുഫായിൻ്റെ പോലത്തെ ഫാമിലിയുള്ള നമ്മുടെ വൈഫാവട്ടെ, നമ്മുടെ ഉമ്മമാരാവട്ടെ, നമ്മുടെ സഹോദരിമാരാവട്ടെ, ഇതുവരെ ചോറായില്ല, 1 മണിയാകുമ്പോഴും 11 മണിയാകുമ്പോഴും 12 ശേഷം 12 മണിക്ക് ശേഷം ആ ചെയ്യുന്ന പണിയും ഇപ്പോഴും ബാക്കിയാണ്. കാരണം ഒരുപക്ഷെ ടൈം ടേബിൾ ഇല്ലായിരിക്കും. ഈ പറയുന്ന സ്കൂൾ മാഷും ടീച്ചർക്കും സമയം കിട്ടുന്ന പോലെ ആ സമയം അതേമാതിരി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടൈം ടേബിളോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. നമ്മളുടെ ഇപ്പോൾ എന്നെ കുറിച്ച് പറയുന്നത് എൻ്റെ വൈഫ് ഓൺലി 15 മിനിറ്റ് കൊണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ മൂപ്പര് കഴിഞ്ഞിട്ട് പിന്നെ പണി കഴിഞ്ഞു. പഴയ കാലത്ത് ഒരു പക്ഷെ ഇപ്പോഴും ആൾക്കാരെന്താ ഒന്നിനും പിന്നെ ആവാം എന്നുള്ള മടി ഒരു പക്ഷെ എല്ലാവരും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പാഷനോട് കൂടി ചെയ്യുക. ആ പാഷനായി ചെയ്യുമ്പോൾ ഒരു പാഷനായിട്ട് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ആർജെ ആവാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവാം, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആവാം, ആരും ആവട്ടെ, നിങ്ങളെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിൽ നിങ്ങളത് ഉൾക്കൊള്ളണം. നിങ്ങൾ ഓരോരുത്തർ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഒരുപാട് ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുക. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു അതൊന്നും നിർത്തിയിട്ടില്ല, അതിന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഒരു പക്ഷെ പറയാന്നുണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ട് ഈസിയാണ്. എല്ലാവരും ഇപ്പോഴും എത്ര സൈക്കിൾ ചവിട്ട് പഴയ കാലത്ത് ചവിട്ടുന്നു അവർ നിർത്തുന്നില്ല. പാട്ട് പാടുന്നവർ പാട്ട് നിർത്തുന്നില്ല, മ്യൂസിക് ചെയ്യുന്നവർ മ്യൂസിക് നിർത്തുന്നില്ല. ഓട്ടവും ചാട്ടവും അല്ലെങ്കിൽ ലോങ് ജമ്പ് പഴയ കാലത്ത് സ്കൂളിൽ ചാടുന്നത് അത് നിർത്തി, ഓടുന്നത് നിർത്തി, ഫുട്ബോൾ കളിക്കുന്നത് നിർത്തി. അതല്ല വേണ്ടത്. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യാൻ പറ്റണമൊക്കെ നമുക്ക് ചെയ്യണം. ഞാനൊരു ഉപ്പയാണ്, വല്യപ്പാവാം, കുഞ്ഞിപ്പാവാം, കുഞ്ഞിമ്മ ആവാം, ആരും ആവാം. ഇതൊക്കെ ആണെങ്കിലും ഞാനൊരു യൂസുഫായാണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലുണ്ടാവുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഡ്രസ്സ് ചെയ്തിരുന്ന ഡ്രസ്സ് ചെയ്യുക, നിങ്ങൾ പാട്ട് പാടിയിരുന്നു, നിങ്ങൾ ഓടിയിരുന്ന ഓട്. നിങ്ങൾ ആരെ പറഞ്ഞതൊന്നും ഈ ഏജിൽ പാടില്ലാന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഈ പ്രായത്തിൽ പാട്ട് പാടണമെന്നും ഈ പ്രായത്തിൽ ഓടാൻ പാടില്ല എന്നും ഇതൊന്നും ആരും പറഞ്ഞു. നമ്മുടെ മനസ്സിനെ പൊരുത്തപ്പെട്ടു. അപ്പൊ എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. എന്നെ കൊണ്ടാവില്ല. അതിന് വ്യത്യസ്തമായിട്ട് ഞാനെന്നും പറയും എന്നെ കൊണ്ടാവും. ഐ വിൽ. യൂസുഫായി, ഈ നമ്മുടെ പെർഫ്യൂംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ യൂസുഫായിയുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാനായിരിക്കും. പെർഫ്യൂമിനെ പറ്റി സംസാരിക്കാനുണ്ട്, ബ്രാൻഡഡ് ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഈ പെർഫ്യൂംസിനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ? സുഗന്ധങ്ങളെ പ്രണയിക്കുന്നവരാണ് എല്ലാവരും. ഈവൻ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞൊരു കാര്യമുണ്ട്, സുഗന്ധമില്ലാത്ത ലോകം അപൂർണമായിരിക്കണം അല്ലെ? അപ്പം ഈ പെർഫ്യൂമിലേക്ക് ഗന്ധം, സുഗന്ധത്തിനേക്കാൾ കൂടുതൽ ഞാൻ പറയും ഗന്ധത്തിന്. സുഗന്ധം നല്ല മണമാണ്. ഗന്ധം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടു. ഗന്ധങ്ങളില്ലാത്ത ഒന്നുമില്ല, ഗന്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒന്നുമില്ല. അതായത് പച്ച മലയാളം പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇണയെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആട് ഉപമിക്കാം. അതിനെ കസ്തൂരിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ആടിനെ ഉപയോഗിക്കുന്നത്. അതിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ പറയില്ല, ചില ഭാഷയിൽ എന്റെയൊക്കെ പഴയ കാലത്ത് തള്ളാർ പറഞ്ഞിട്ട് ആ കൊറ്റന്റെ മണം അടിക്കണം, ഒന്ന് പോയി കുടിച്ചിട്ട് പാടാന്ന്. പക്ഷെ ആ കൊറ്റന്റെ മണം അതിന്റെ ഇണയ്ക്ക് ഇത് കൊടുക്കുന്ന ശരീരത്തിൽ നിന്ന് വമിപ്പിക്കുന്ന മണമാണ് അതിന്റെ ഇണയെ തേടാൻ. അതാണ് കസ്തൂരി. അതാണ് ശരിക്കും കസ്തൂരി മണക്കുന്ന. അന്ന് ഇതേപോലെ ഒരു കവി പാടിയപ്പോഴാണ് ആ കസ്തൂരി എന്താണ്, കസ്തൂരി മണക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണയെ അട്രാക്ട് ചെയ്യാൻ കൊടുക്കുന്ന, അത് നമ്മുടെ വേർപ്പ് മണം ആവാം, അതിന്റെ വേർപ്പം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഗന്ധമാണ്. അത് നല്ലതാവണമെന്നില്ല. പക്ഷെ ആ ഇണക്ക്, അതായത് ഒരു ഭാര്യയുടെ മണം അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിന്റെ മണം അല്ല ഹസ്ബൻഡിന്റെ മണം അവർക്ക് ഇഷ്ടമായിരിക്കും, അല്ല അച്ഛന്റെ മണം അവർക്ക് ഇഷ്ടമുള്ള മാതിരി ആ ഗന്ധമാണ് യഥാർത്ഥ ഗന്ധം. അത് നമ്മൾ സുഗന്ധം എന്ന് വിളിക്കുന്നില്ല, പക്ഷെ ഒരുപാട് വിലമതിക്കാനാവാത്ത ഗന്ധമാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ
വേണ്ടപ്പെട്ടവരുടെ സ്മെല്ലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം യൂസബായി ഇപ്പം പെർഫ്യൂം മേക്ക് ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ സ്മെല്ല് ബ്ലെൻഡ് ചെയ്യുക അതൊക്കെ നമുക്കറിയാം. പക്ഷെ യൂസബായിനെ ശരിക്കും പറഞ്ഞാല് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യൂസബായി എന്ന് പറഞ്ഞൊരു വ്യക്തിനെ തേടി വരാൻ ഒരു വലിയ റീസൺ മരിച്ച ആൾക്കാരുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്മെല്ല് റീക്രിയേറ്റ് ചെയ്യുക. അത് ശരിക്കും എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് യൂസബായി അല്ലെങ്കിൽ ഇതിലേക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? കാരണം ആർക്കും ചിന്തിക്കരുത്, നമുക്ക് പോലും അല്ലെങ്കിൽ യൂസബായി വഴിയാണ് നമുക്ക് പോലും ഒരു ഐഡിയ കിട്ടിയത്, ഓക്കെ മരിച്ച ഒരാളുടെ ഒരു സ്മെല്ല് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ യൂസബായിക്ക് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്ന് നോക്കാം എന്ന് തോന്നിയത്? ഒരു പക്ഷെ എന്റെ ജോലിനോടുള്ള എന്റെ ആർട്സ് എന്റെ പാഷനായിട്ട് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മണമില്ലാത്തതൊന്നും ഈ ലോകത്ത്. നിങ്ങൾ ചോദിച്ചു വെള്ളത്തിന് മണമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വെള്ളത്തിന് മണമുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് മണമുണ്ടോ? ഉണ്ട്. എന്റെ സ്കിന്നിന് മണമുണ്ട്. എന്റെ അനിയന്റെ സ്കിന്നിന്റെ മണം വെവ്വേറെയാണ്. അത് തിരിച്ചറിയുന്നത് ഒരു പക്ഷെ പോലീസ് നായക്ക് മനസ്സിലാവും. എന്തെങ്കിലും അങ്ങനെയുള്ള ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നായക്കോ അല്ല മറ്റുള്ള മൃഗങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്വന്തം സഹോദരങ്ങളുടെ മണങ്ങൾ വ്യത്യസ്തമാണ്. ഗന്ധമില്ലാതെ വെള്ളം, ഒരു വെള്ളത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ കുടിക്കുന്ന ഏരിയയിലത്തെ വെള്ളം ഞാൻ കുടിക്കുന്ന വെള്ളം കൂടിയിട്ട് വ്യത്യാസം, ആ വെള്ളത്തിന്റെ ടോണിന് വ്യത്യാസം. അപ്പൊ ഞാൻ പറയില്ലേ, അങ്ങനെ എൻ്റെ ഷോപ്പിൽ ഇന്ന് ലോകത്തുള്ള ഒരു പെർഫ്യൂമേഴ്സിൻ്റെക്കാൾ ഇല്ലാത്ത കളക്ഷൻ. നിങ്ങൾക്ക് ഏത് തരം മണമാണ് നിങ്ങൾ വാശിക്ക് വേണ്ടി എന്നോട് ചോദിക്കണമെങ്കിൽ, ചാലഞ്ചിന് വേണ്ടിയിട്ട് ചോദിക്കണമെങ്കിൽ, ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത മണമൊന്നും ഉണ്ടായിരിക്കില്ല. ഈവൻ ഇപ്പോൾ ഞങ്ങൾ കളക്ട് ചെയ്ത നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, ചായ, നിങ്ങൾക്ക് കാനബസ്, എന്ത് വേണം നിങ്ങൾക്ക്, ഈവൻ ബ്രോസ്റ്റഡ് ചിക്കൻ, നിങ്ങൾക്ക് ഏത് തരം മണം വേണമല്ലോ അതൊക്കെ ഉണ്ട്. ഈവൻ സ്കിൻ മണം, വേർപ്പിൻ്റെ മണം, അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. അങ്ങനെയുള്ള എനിക്ക് ആ മണങ്ങൾ ഉണ്ടാക്കാൻ എന്തെത്ര വശം. ഒരാളുടെ വേർപ്പ് മണം, ഒരാൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ രീതി മനസ്സിലാക്കുക. ഇന്ത്യൻ ഫുഡിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും, ആഫ്രിക്കൻ ഫുഡിന് വേറെ, അതൊക്കെ നമ്മുടെ മണത്തിൽ നമുക്ക് മാച്ച് ചെയ്യുന്നതാണ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യും. ഒരുപക്ഷെ ജനങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസഫ് ഫേമസ് ആവാൻ കാരണം ഒരുപക്ഷെ ആ ഒരു കാരണമാണ്, റീക്രിയേറ്റീവ് ചെയ്യാൻ. തീർച്ചയായിട്ടും അതാണ് യൂസഫ്. അതായത് നമ്മളിപ്പോ മരിച്ച പ്രിയപ്പെട്ട ആൾക്കാരുടെ ഇപ്പം ഞാനൊക്കെ യൂസഫയുടെ സ്റ്റോറിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്നൊക്കെ ഒരു കുട്ടി പുള്ളിക്കാരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മറ്റേ ഭൂജലത്തിൽ സ്റ്റേ ചെയ്ത് 3 days യൂസഫായിക്ക് വേണ്ടി വരും. പക്ഷെ നമുക്കൊക്കെ എന്താ വെച്ചാൽ മരിച്ചു പോയി കഴിഞ്ഞ ആൾക്കാരുടെ സ്മെല്ല് റീക്രിയേറ്റ് അവർ നമ്മളെ വീണ്ടും സത്യം പറഞ്ഞാൽ യൂസഫായി വീണ്ടും അവരിലേക്കും കൂടെ ഇറങ്ങി ചെല്ലുകയാണ് അല്ലെ. അവരുടെ സ്മെല്ല് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാം മറ്റേ കൊല്ലം സുധിച്ചേട്ടന്റെ മരിച്ചതിന് ശേഷമുള്ള ആ ഷർട്ടില് അതില് മരിച്ച ആക്സിഡന്റ് സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡിന്റെ സ്മെല്ല് പോലും ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് യൂസഫ് അതായത് ആ സ്മെല്ല് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്മെല്ല് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇതൊരു ഒറ്റൊരു ദിവസം കൊണ്ട് എനിക്ക് അറിയാം ഒരു ഒട്ടും ഈസി ആയിട്ട് ഒരു പ്രോസസ് അല്ല. ഇത് ഒരുപാട് നാൾ ഒരു പക്ഷേ യൂസഫ് ഇതിന്റെ മുകളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആ മണം ഉണ്ടാക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ആരാണ്, എന്താണ്, പ്രായം എന്താണ്, എന്താണ് കഴിക്കുന്നത്, അതൊക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് ആ റൂട്ടിലോട്ട്. പിന്നെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ അത്രയും ഡീപ്പായിട്ട് ഇമാജിൻ ചെയ്യും. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പുഞ്ചിരിച്ചിരിക്കുന്ന യൂസഫായി ആയിരിക്കില്ല അന്നേരത്തെ തന്നെ കാണുന്നത്. കൊല്ലം സുധി നിങ്ങൾ പറഞ്ഞല്ലോ, അതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഒരുപാട് വിവാദങ്ങൾ പലരും. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ബാധകമാണ്. ഞാൻ ആ മണമുണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കരഞ്ഞു പോയിച്ചു. പക്ഷെ ആ വീഡിയോ ഞാൻ കരഞ്ഞ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടു. ആൾക്കാർ വിചാരിക്കും ഞാനെന്താ ഈ നിറച്ച താടി വെച്ച യൂസഫായി. ഞാൻ ആ രൂപം, ആ ഏരിയ, ആ വ്യക്തിത്വത്തെയും അയാളിലോട്ട് ഇറങ്ങിച്ചെല്ലണം. അത്രയും ഡീപ്പായെങ്കിൽ മാത്രമേ എനിക്ക് ആ മണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ അയാളെ ഇമാജിൻ ചെയ്യണം, ആ രംഗങ്ങൾ ഇമാജിൻ ചെയ്യണം, ആ വൈഫിന്റെ ഫീലിംഗ് ഇമാജിൻ ചെയ്യണം. അതൊക്കെ കളക്ട് ചെയ്തെങ്കിൽ മാത്രം ഞാൻ അത്രമാത്രം ഡീപ്പായി. ഒരു ആർട്ടിസ്റ്റ് ആരും ഒരു ചില കാലത്ത് പറയുന്നത് ഗ്ലിസറിൻ ഇല്ലാതെ കരയാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളത് അത് തന്നെയാണ് ഞങ്ങൾക്കും. ഞാൻ അങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ വാസം പറഞ്ഞ ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനത്തെ മണങ്ങൾ വരുമ്പോൾ ഞാൻ കളക്ട് ചെയ്യാൻ പേടി ചെയ്തോ. കാരണം നമ്മൾ മനുഷ്യനല്ലേ, ആ ഫീലിംഗ്. 5 ദിവസമായി ഒരു മലയാളി സ്ത്രീ ഫാമിലി ആയിട്ട് വന്നിട്ട് സ്വന്തം ഭാര്യ കൊടുത്തേച്ചിട്ടുണ്ട്. ഒരു കെട്ട് അതിൽ കുറച്ച് ചില്ലറ പൈസ നോട്ടും ഉണ്ട്, കുറെ പൈസ ഉണ്ട്, എന്തോ കടലാസൊക്കെ കൂടിയിട്ട് അതില് ഹാർട്ട് അറ്റാക്കായി വണ്ടിയിൽ നിന്നിട്ട് ഹാർട്ട് അറ്റാക്കായി കിടക്കുമ്പോൾ അത് ഉണ്ടായിരുന്ന സാധനമാണ് അതിൽ. അയാളുടെ മണമുണ്ടെന്ന് വൈഫ് തിരിച്ചറിയുന്നുണ്ട്.
അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്തു. ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് ഒന്നും എനിക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു കാരണക്കാരൻ ഞാനാവണമെന്ന് മാത്രം അതിനോട് ആത്മാർത്ഥത കൂടിയിട്ട് പടച്ചോന്റെ സഹായത്തോട് കൂടി ദൈവസംബരാധിന്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എപ്പോഴും പറ്റില്ല. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ സക്സസ് ആവാറുണ്ട്. എപ്പോഴും അതിന് ഞാൻ ഒറ്റ വാക്ക് പറയാനുള്ളൂ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. തീർച്ചയായിട്ടും ഇപ്പൊ ബ്രാൻഡഡ് പെർഫ്യൂം നമുക്ക് അതിന്റെ അല്ലെങ്കിൽ പെർഫ്യൂമിന്റെ ടോപ്പ് നോട്ട്, ബേസ് നോട്ട് ഒക്കെ, മിഡിൽ നോട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. ഈസിയാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരു മരിച്ചാളി പറയുന്നത് പോലെ അത് റീക്രിയേറ്റ് ചെയ്യുക, ആ സ്മെല്ല് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. അത് നമുക്ക് അവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും നല്ല സുഗന്ധം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മളോട് കണക്ഷനുള്ള അവരുടെ മണങ്ങളാണ് ഏറ്റവും നല്ല മണങ്ങൾ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ജപ്പാനിൽ നിന്നൊരു സ്ത്രീ വന്നത്, അല്ലെങ്കിൽ ഇന്നലെ വന്ന ആ 3 ദിവസം വന്നു ഒരു പാകിസ്ഥാനിൽ നിന്നൊരു പെണ്ണ് വന്നു, ഒരുപാട് കസ്റ്റമറാണ് വരുന്നത്. ഒരു പക്ഷെ ആ പെർഫ്യൂമിന്റെ വാല്യൂ 10 ദിർഹംസ് ആവാം, 20 ദിർഹംസ് ആവാം. പക്ഷെ അവർക്ക് ട്രാവൽ ചെയ്തിട്ട് ദുബൈയിൽ താമസിച്ചിട്ട് അതെടുത്ത് കിട്ടുന്ന ആ വില, അതിന് വില മതിക്കാനാവില്ല. വേണ്ടപ്പെട്ട മണങ്ങൾ, അച്ഛൻ്റെ മണം, അമ്മയുടെ മണം, ഭർത്താവിൻ്റെ മണം, അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ മണം, ആ മണങ്ങൾക്ക് ഒരിക്കലും നമുക്ക് വില മതിക്കാനാവില്ല. ഒരു പക്ഷെ ചിലർ പൈസ ഉള്ളതിനനുസരിച്ച് യാത്ര ചെയ്തിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, ചിലർ കൊടുത്തു വിടും. ഓരോരുത്തരും ഏറ്റവും നല്ല മണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിത്വത്തിൻ്റെയും ആ മണം എന്തുകൊണ്ടാണ് തേടി വരുന്നത്? അവരോടുള്ള ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടം ഉണ്ടാവുന്നത് എന്താണ്? അയാളുടെ ബിഹേവും അയാളുടെ ക്യാരക്ടറാണ്. ലോകത്തെ ഏറ്റവും നല്ല പരക്കുന്ന മണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിത്വത്തിൻ്റെയും ഓരോരുത്തരുടെ പ്രവൃത്തികളും അവരുടെ സൽക്രമങ്ങളും അവരുടെ എന്താ പറയാ ക്യാരക്ടറാണ് ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്മെല്ല് എന്താ അറിയോ? പാരിജാത പൂവില്ലേ, പാരിജാതാണോ അറിയാം എല്ലായിടത്തും? പാരിജാത, അതായത് ഗാർഡേനിയ. എനിക്ക് ഇപ്പൊ എന്നോട് ചോദിക്കണമെങ്കിൽ ഇപ്പൊ പെർഫ്യൂംസിൽ എനിക്ക് ഫേവറേറ്റ് നോട്ട് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗാർഡേനിയ. എനിക്ക് അതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്റെ ഒരു എന്താ പറയാ യൂസഫായി ചലഞ്ചോടെ ഞാൻ തരുന്നുണ്ട്. അതായത് ഞാൻ ഒരു പെർഫ്യൂം ലവറാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, പെർഫ്യൂമിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് പെർഫ്യൂമിനായിരിക്കും പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമില് ഞാൻ ഇങ്ങനെ കുറെ ആയിട്ട് വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പെർഫ്യൂം എനിക്ക് ഇത്രയധികം ഇഷ്ടം എന്നുള്ളത്. പിന്നീട് ഞാനത് പഠിക്കാൻ തുടങ്ങി, എന്തൊക്കെ നോട്ട്സ് ആണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിന്റെ ബേസ് നോട്ട് ഗാർഡേനിയ കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതായിരിക്കാം ഞാനൊരു പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചുമ്മാ ഒരു ഗെയിം പോലെ കളിക്കാം. പെട്ടെന്ന് തോന്നി കേട്ടോ. അതായത് ഈ നൊസ്റ്റാൾജിയ മണങ്ങളുണ്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് നൊസ്റ്റാൾജിയ. നമുക്ക് കുറച്ച് നമുക്ക് നൊസ്റ്റാൾജിയിലേക്ക് പോവാം. ഓക്കെ, യൂസുഫായി തുടങ്ങുമ്പോൾ ഞാനും തുടങ്ങാം. യൂസുഫായിയുടെ നൊസ്റ്റാൾജിയ ഫസ്റ്റ് സ്മെല്ല് പറയും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പറയാം. അങ്ങനെ നമുക്ക് കളിക്കാം. തുടങ്ങിക്കോ. ഞാൻ തുടങ്ങണോ? ഓക്കെ, പറയുകയാണെങ്കിൽ ഈ നോട്ട് ബുക്കുകളില്ലേ, ഇപ്പൊ പുതിയൊരു നോട്ട് ബുക്ക് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് എന്റെ പഴയ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ തുറക്കണ പുതിയ നോട്ട് ബുക്കിന്റെ സ്മെല്ലിലേക്ക് ഞാൻ പോകും. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മണ്ണിൽ കളിക്കുന്ന ആളാണ്. മണ്ണ് എനിക്ക് കടപ്പുറത്ത് മണലിന്റെ മണം ഭയങ്കര ഇഷ്ടം. പിന്നെ മാമ്പഴത്തിന്റെ സ്മെല്ല്, അതായത് മാങ്ങയുടെ സീസൺ വരുന്ന സമയത്ത് നാട്ടുമാവ് എന്ന് പറയും. ഞങ്ങളുടെ തറവാടിന്റെ വീട്ടിലുണ്ടായിട്ട് മാവ്, ആ മാങ്ങ പഴുത്തിട്ട് താഴെ വീഴുമ്പോ ആ മാവിന് ഒരു സ്മെല്ലുണ്ട് മാമ്പഴത്തിന്. മാമ്പഴത്തിൽ തന്നെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും, പെർഫ്യൂമിന്റെ ഭാഷയിൽ പറയണമെന്നുണ്ടെങ്കിൽ കണ്ണിമാങ്ങ അതിന് വേറെ മണമാണ്, മൂത്ത മാങ്ങ അതിന് വേറെ മണം, പഴുത്ത മാങ്ങ അതിന് വേറെ മണമാണ്, വളൂർ മാങ്ങ, മൂവാണ്ടൻ, 1000 ഓഫ് മാംഗോ മണം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഒരുപാട്. പക്ഷെ നമ്മൾ ഒറ്റ വാക്കിൽ നിർത്തുക മാംഗോ മണം. പക്ഷെ പെർഫ്യൂമറിന്റെ ഭാഷയിൽ ഞാൻ അനുഭവിച്ചറിയുന്ന കാരണം ആ മാംഗോയിൽ തന്നെ ഒരുപാട് തത്തമ്മ ചുണ്ടൻ, പാകിസ്ഥാനി മണം, ഇതിനൊക്കെ വേറെ മണങ്ങളാണ്. അപ്പൊ മണങ്ങളെ കുറിച്ച് പഠിച്ചു പോകുമ്പോ ഒരു സാധനത്തിൽ പോലെ തന്നെ ഒരുപാട് മണങ്ങളുണ്ട്. അടുത്തത് ഞാനല്ലേ? ആഹാ, ഞാൻ ജയിച്ചതന്നെ. ചോറ്റുപാത്രമില്ലേ, സ്കൂളിലെ ചോറ്റുപാത്രം തുറക്കുമ്പോ ഒരു മണമുണ്ട്. അതൊരു പക്ഷെ ഉപ്മാവിന്റേതാവാം. അല്ല, എന്റെ ഉപ്മാവിന്റെ അല്ല, എന്റെ നല്ല നാടൻ ചോറ്, അതിനകത്ത് നല്ല ചമ്മന്തി, മുട്ട പൊരിച്ചത്, പിന്നെ സൈഡിൽ ഇച്ചിരി ബീഫ് അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്റെ കാലത്ത് ഇറച്ചി പൊരിച്ചതൊന്നും ഞാൻ അങ്ങനല്ല,
അല്ല, ചമ്മന്തി മുട്ട പൊരിച്ചത് മാത്രം മതി. കാരണം ചോറ്റുപാത്രത്തിന്റെ സ്മെൽ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിനകത്ത് തേങ്ങ ചമ്മന്തിയുടെ സ്മെല്ലായിരിക്കും, പിന്നെ മുട്ട പൊരിച്ചതിന്റെ സ്മെല്ലായിരിക്കും. കാരണം ഈ മുട്ട ചോറിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് വരും. എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട മണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ ഉപ്പാട് തലയിൽ തേച്ചിരുന്നു രാസനാഥിപ്പൊടി. അതെനിക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ. എൻ്റെ ഉപ്പ തലയിൽ, അത് നമ്മുടെ മലയാളി മക്കൾക്ക്, പഴയ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനറേഷൻ രാസനാഥിപ്പൊടി എന്ന് പറയും. അതൊരു തരം ഹെർബൽ ടോണാണ്. ഇപ്പോഴും അന്നും ഇന്നും ഞാൻ പറഞ്ഞില്ല, മണ്ണിന്റെ മണം, ഹെർബൽ മണം ഭയങ്കര ഇഷ്ടം. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു നോട്ട് പറഞ്ഞു തരട്ടെ. വെറ്റിയൂർ നല്ലതായിരുന്നു, ഇംഗ്ലീഷിൽ പറയാം രാമച്ചം. രാമച്ചത്തിന്റെ ഒരു സ്മെല്ലുണ്ട്, അത് നീ പറഞ്ഞ നമ്മുടെ വീട്ടിലുണ്ട്. ആ രാമച്ചത്തിന്റെ അതൊരു പച്ച കിളിർക്കുമ്പോ അതിനൊരു വേറൊരു സ്മെല്ലുണ്ട്, അത് കഴിഞ്ഞ് ഉണങ്ങി വരുമ്പോ അതിന് വേറൊരു സ്മെല്ലുണ്ട്. അത് ഇപ്പോഴത്തെ നമ്മുടെ മലയാളത്തെ സിനിമയിൽ പേര് പറയാൻ പറ്റില്ല എന്നാലും പറയുന്നത്. സൂപ്പർ സ്റ്റാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വെറ്റിയൂറോണ്ട് ഒരു സാധനം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്, രാമച്ചം. അവർ ചോദിച്ചിട്ട് മൂപ്പർക്ക് അതിനെ കുറിച്ച് നല്ല നോളജാണ്. അത് പറഞ്ഞു. അല്ല, ഞാൻ കസ്റ്റമൈസ്ഡ് പെർഫ്യൂമിന്റെയും കസ്റ്റമൈസ്ഡ് വ്യക്തികളുടെ പേര് ഞാൻ അവര് നമ്മൾ വെച്ചിട്ട് അത് കച്ചവടം ചെയ്യണം. കാരണം അവർക്ക് വെറ്റിയൂർ ഇഷ്ടമാണ്. അവർക്ക് എന്നേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളെ കുറിച്ച് നോളജ് ഉണ്ട്. അപ്പൊ പറഞ്ഞ് എനിക്ക് നോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ വെറ്റിയൂറുണ്ടായിരുന്നു. പല ആൾക്കാരും യൂസർബൈനെ തേടി വരാറുണ്ട്. തേടി വന്നിട്ട് ചില ആൾക്കാർ വലിയ ബ്രാൻഡഡ് പെർഫ്യൂം വന്നിട്ട് ഇത്രയും കോസ്റ്റ്ലി ആണെങ്കിൽ ഇതിൽ കുറച്ചിട്ട് എനിക്കൊന്ന് ചെയ്തു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ യൂസർബൈ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈമില് ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പെർഫ്യൂം, ഒരു ബ്രാൻഡ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു വരാറില്ലേ ഒരുപാട്. അപ്പൊ അവര് എന്തെങ്കിലും പറയാറുണ്ട്, ഇന്ത്യയുടെ നോട്ട്സ് വേണം അല്ലെങ്കിൽ പറയും. അവര് പറയും അത് നമ്മുടെ ആൾക്കാർ കുറവാണ്. ഞാൻ അതുകൊണ്ട് പറയണല്ല, നമ്മുടെ ആൾക്കാർക്ക് അത്ര ടോപ്പ് നോട്ടിന് വേണം, മിഡിൽ നോട്ടിന് വേണം, ബേസ് വേണം. പക്ഷെ ചിലര് എന്തെങ്കിലും ചാനലിൽ നോക്കിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നെറ്റിൽ നോക്കിയിട്ട് അത് എഴുതി എടുത്തിട്ട് കൊണ്ടുവന്ന് വരും. പക്ഷെ പുറത്തുള്ളവർ ചിലർ ഏതെങ്കിലും ബ്രാൻഡിന്റെ ഇതൊക്കെ നോട്ട്സ് മാറ്റിയിട്ട് കുറച്ച് നോട്ട്സിന്റെ എക്സ്ട്രാ കയറ്റണം എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ സ്പൈസി വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഷുഗർ വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ കുരുമുളക് വേണം എന്ന് പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഒരു പെർഫ്യൂമിനും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. യൂസർബൈയുടെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂംസ്, സോ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വൺ വേർഡ് ടു ഡിസ്ക്രൈബ് ഇൻ യുവർ ഫ്രാഗ്രൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഒരുപാട് മണങ്ങൾ ഉപയോഗിക്കുന്ന കാരണം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഞാൻ എന്റെ തൊപ്പിക്കൊരു മണം അടിക്കാറുണ്ട്. അത് രണ്ടാളാണ് ആകെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ. ഒന്ന് അദ്ദേഹം മരിച്ചുപോയി, ഫേമസ് ആണ്. ആ ഫാമിലി ഇപ്പൊ നമ്മളെ നാട്ടിൽ വണ്ടിയും പരിപാടിയൊക്കെ ഉണ്ട് അവരുടെ പേരിൽ. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതുണ്ട്, വെറ്റിയൂറും ഫ്രഷും ബർഗമോട്ടൊക്കെ ചേർന്നിട്ട്. പേരും ഇതേമാതിരി ഉപയോഗിക്കാൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. അത് കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ ഫാമിലി, ആ പേര് അവർ മൂപ്പർക്ക് നമ്മുടെ നാട്ടിൽ വലിയ ഹൈ ടോപ്പ് ഓഫ് പൈസക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ട ഒരാളായിരിക്കും. മരിച്ചിപ്പോൾ അടുത്ത കാലത്ത് തൊട്ട ഒരു മാസമായിട്ടുണ്ടാവില്ല മരിച്ചിട്ട്. അപ്പൊ ആ മൂപ്പർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എനിക്കും വേണ്ടി ഞാൻ എടുത്തു വെക്കും. അപ്പൊ അത് ഫ്രഷ് മണമാണ്. ഒരു എന്താ പറയാ, ബർഗമോട്ടും ലെമണും ഒക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും നല്ല മണം എനിക്ക് എപ്പോഴും മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന മണ്ണിന്റെ മണം. തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യത്ത് പെർഫ്യൂം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും പെർഫ്യൂമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു തമാശകൾ പറയാൻ. കഴിഞ്ഞ ദിവസം അത് ഒരു ഇൻഫ്ലുവൻസർ, ഒരു വ്ളോഗർ പെർഫ്യൂം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വന്നൊരു കമന്റ്, എനിക്കത് ആ കമന്റ് വായിച്ചിട്ട് ശരിക്കും പറഞ്ഞ ചിരി വന്നു. അതിൽ കമന്റ് ഇങ്ങനെയായിരുന്നു: കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ദുബായിലെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പെർഫ്യൂം വരുമെന്ന് പറഞ്ഞു. അതായത് കുറച്ചു കാലം കഴിഞ്ഞാല് ദുബായ് പൈപ്പ് തുറന്നാലും അതിലും പെർഫ്യൂം കിട്ടും എന്നൊരു കമന്റ് എഴുതി. അത് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചെങ്കിലും പിന്നെ ഞാൻ ചിന്തിച്ചു, കാരണം അത്രയ്ക്കധികം പെർഫ്യൂം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷനേക്കാൾ ഉപരി ഇതിലേക്ക് പുതിയിട്ട് വരാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവർ പിന്നിലേക്ക് പോകാനുള്ള റീസൺ, ദുബായിൽ ഇപ്പൊ എവിടെ നോക്കിയാലും പെർഫ്യൂം ആണല്ലോ, അപ്പൊ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആകുമോ ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ട്, എന്നാൽ ഇതിനോട് പാഷനായിട്ട് നിൽക്കുന്നവരും ഉണ്ട്. സോ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ദുബായിലെ പെർഫ്യൂം ഇൻഡസ്ട്രീനെ പറ്റി. എന്റെ മക്കളെ അത് പറഞ്ഞു വരുമ്പോ ഈ പറഞ്ഞ എല്ലാ ബ്ലോഗറും എല്ലാവരും പെർഫ്യൂം ഉണ്ടാക്കുന്നു. എന്റെ കൺസെപ്റ്റ് എന്താണ്, യൂസുബായ് എന്നുള്ള കൺസെപ്റ്റ് പോലും ലോകത്ത് എല്ലാവരും സുഗന്ധങ്ങൾ പരക്കുന്നു. അതിന് കാരണക്കാരൻ ഞാൻ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പെർഫ്യൂം ബാർ എന്നുള്ള കൺസെപ്റ്റ് യൂസുഫായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ സക്സസ് ആണ്. കാരണം ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്ത് ഞാൻ ചെയ്യുന്നത് ഞാൻ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കടയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും, ആണാവട്ടെ പെൺകുട്ടിയാവട്ടെ, ബിലോ അതായത് 15ന്റെ താഴത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പെർഫ്യൂം ഫ്രീ കൊടുക്കാറുണ്ട്. എന്താണെന്ന് അറിയാൻ എൻ്റെ ഉദ്ദേശം, സുഗന്ധങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇക്കണ്ട ബ്ലോഗേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇക്കണ്ട സെലിബ്രിറ്റികൾ പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്, നടന്നു പോകുന്നുണ്ടല്ലോ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ സുഗന്ധം പെർഫ്യൂമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പം യൂസുഫ് പറഞ്ഞപ്പോ അതിന്റെ കൂടുതൽ ഞാൻ കാര്യം ചേർക്കാണ്. ഞാൻ ഈ പെർഫ്യൂമിനെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ഇത് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഈ കുറെ അറബ്സ് ഉണ്ടായിരുന്നു, കമ്പനിയിൽ അറബ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ അറബും യൂറോപ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് ഞാൻ അറബ്സിന്റെ സ്മെല്ല് എനിക്കൊരു സംതിങ് ഡിഫറെന്റ്. അതായത് ഞാൻ ആലോചിച്ചു ഇവരെങ്ങനെ ഇത്രയും ഡേ ഫുൾ എങ്ങനെ ഇത്ര സ്മെല്ല് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. ഞാൻ അവര് ഓരോ അതായത് ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും പെർഫ്യൂം ഇത് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ അവരോട് മെല്ലെ ചോദിക്കാനാണ് നിങ്ങൾ ഏത് ബ്രാൻഡഡ് പെർഫ്യൂം ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇന്നും ഞാൻ യൂസ് ചെയ്യും. അത് ശരിക്കും പറയാൻ ചില ആൾക്കാരെ കേൾക്കുമ്പോൾ ചിരി വരും. അതായത് ഇന്ന് ഞാനിപ്പോ എവിടെയെങ്കിലും ഇപ്പൊ നമ്മള് ഒരു മാളിൽ പോവാണ്, ഇപ്പം ഒരാൾ നടന്നു പോകുമ്പോൾ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടം, ഞാൻ പോയി ചോദിക്കും ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ പെർഫ്യൂമിനുള്ളൊരു ഇഷ്ടം അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാ അത് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. റീസെന്റ് ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമിന്റെ ബ്രാൻഡാണ് ജിവൻഷി. അതിന്റെ റീസൺ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഗാർഡേനി അല്ലെങ്കിൽ സംതിങ് ആ ഒരു വുഡി ടെക്സ്ചർ ഉണ്ട്. അപ്പം ഈ പെർഫ്യൂം ഇഷ്ടപ്പെടാൻ എന്നെ ഇഷ്ടപ്പെടുത്തിയത് സത്യം പറഞ്ഞാല് അറബ്സ് ആണ്. അറബ്സും യൂറോപ്യൻസും അവരുടെ സ്മെല്ല് കണ്ടിട്ടാണ് ഓക്കെ എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നിയത്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം യൂസുഫായി പറഞ്ഞില്ലേ ചില ആൾക്കാർ ഇപ്പം പെർഫ്യൂംസ് യൂസ് ചെയ്യാത്ത അല്ല ആൾക്കാരുണ്ടെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് പെർഫ്യൂമിനോടൊരു ഇഷ്ടം കണ്ടിട്ട് പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴും ആ ഒരു പെർഫ്യൂംസ് എന്നെക്കാളും കൂടുതൽ ഇപ്പൊ അവര് മേടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അറബികൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം എസ്പെഷ്യലി നമ്മുടെ ദുബായിലാണ് അല്ലെ. അപ്പൊ ദുബായിൽ ഈ അറബികളുടെ പെർഫ്യൂമിന് അവരുടെ ഒരു ഊത് മസ്കിന് ഒരു ഡിഫറെന്റ് സ്മെല്ലാണ്. സോ എന്തായിരിക്കും അവരുടെ ആ ഒരു പെർഫ്യൂമിന്റെ പ്രത്യേകത? എല്ലാവർക്കും ചിലപ്പോൾ കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്റെ കടയിൽ ഡെയിലി വരുന്ന ചോദ്യമാണ് അറബ്സ് ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് വേണം, അറബ്സ് ഉപയോഗിക്കുന്നത്. അറബ്സ് ഒരുപാട് പെർഫ്യൂം ഉപയോഗിക്കുന്ന കാലം ഒരു ദിവസം 4-5 തവണ പെർഫ്യൂം അടിക്കുന്ന കാലം അവർ ഉപയോഗിക്കുന്ന ഓഫീസിൽ, വണ്ടിയിൽ, അവരുടെ പോക്കറ്റിൽ, അവരുടെ ബാഗിൽ എല്ലാം ഫ്രാഗ്രൻസ് ഉണ്ട്. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രാഗ്രൻസിനെ കുറിച്ച് അതും അങ്ങനെ മണത്തുകൊണ്ടിരിക്കുള്ളൂ. നമ്മളൊരു തവണ പെർഫ്യൂം അടിച്ചാൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് വെസ്പറായി പോകും. നിങ്ങൾ വിചാരിക്കുന്നത് പെർഫ്യൂം കണ്ടിന്യൂ 2 ദിവസം 3 ദിവസം പെർഫ്യൂം നിൽക്കുന്നുള്ളത് ഒരിക്കലും ഇല്ല. കണ്ടിന്യൂ പെർഫ്യൂം ഉപയോഗിക്കും. ഒരു ഭക്ഷണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശക്കുന്ന മാതിരി, എത്ര ഹാർഡ് ആയിട്ടുള്ള സാധനം കഴിച്ചാൽ നമുക്ക് വിശക്കുന്ന മാതിരി പെർഫ്യൂം എത്ര നല്ല പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാലും അത് അതിന്റെ മേലെ അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്നല്ലാതെ അത് നമ്മൾ വീണ്ടും ഉപയോഗിച്ചാൽ ഒക്കെ. അല്ലാത്തതാണ് ഒരു പെർഫ്യൂം ഫുൾ ഡേ ഞാൻ ഒരിക്കലും പെർഫ്യൂം എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. ഇത് ഞാൻ ആക്ച്വലി അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അതായത് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന പെർഫ്യൂമിനെ പറ്റിയുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതിൽ ഒരു പക്ഷെ യൂസുഫായി ഡേ ബൈ ഡേ അത് കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്നതായിരിക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് പെർഫ്യൂമിന്റെ ഒരു നോട്ട്സും കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല, സ്വാഭാവികം. അപ്പം അവർ വന്നിട്ട് ചോദിക്കുക ഫസ്റ്റ് എന്തായിരിക്കും, അതെ യൂസുഫായി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ഏതാ, ഏറ്റവും നല്ല സ്മെല്ലുള്ള പെർഫ്യൂം എന്താണ്? അപ്പൊ ഈ ലോങ് ലാസ്റ്റ് ചെയ്യാന്നുള്ളൊരു ആൻസർ ആണ് യൂസുഫായി ഇപ്പൊ പറഞ്ഞത്. പെർഫ്യൂം എന്താ പറയുക ലോങ് ലാസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ പറയും ബ്രാൻഡഡ് പെർഫ്യൂം. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ചില പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്യുമ്പോഴാണ് ആ പെർഫ്യൂമിന്റെ സ്മെല്ല് വീണ്ടും നമുക്ക് എഗെയിൻ കിട്ടുന്നത്. അതായത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ഒരു പൊടി, കളർഫുൾ പൊടിയായിട്ട് നമ്മൾ ഓടുക. ആ പൊടി നിങ്ങളുടെ പൊടി പടലങ്ങളായിട്ട് പറന്നു പോകും. ലാസ്റ്റ് ഇത് ബാലൻസ് കയ്യിലൊന്നും ഇല്ലാണ്ടാവും. അതേപോലെയാണ് നിങ്ങളൊരു ക്ലോത്തിൽ നിങ്ങൾ പെർഫ്യൂം അടിച്ചിട്ട് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മണങ്ങൾ ഓരോ തന്മാത്രകളായിട്ട്, തന്മാത്രകളെന്നല്ലേ പറയാറ്, മലിക്കുള അങ്ങനെ പറയും, അതിങ്ങനെ വെസ്പറായി പോയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മുടെ കോട്ടൺ ക്ലോത്തിൽ കുറച്ച് പിടിച്ചിരിക്കും, പക്ഷെ മറ്റുള്ളത് ഇങ്ങനെ വെസ്പറായി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ വെച്ചാൽ എപ്പോഴും ഉപയോഗിക്കാനല്ലേ പറഞ്ഞത്, ഒരു ദിവസം 2 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങുന്ന പെർഫ്യൂം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യൂ. പിന്നെ നിൽക്കും പെർഫ്യൂമും. നിങ്ങളുടെ സംശയം തീർക്കാനാണ് ആ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യേണ്ടത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെർഫ്യൂം ഒരു കോട്ടൺ ക്ലോത്തിൽ എന്തെങ്കിലും അടിച്ചു വെച്ചിട്ട് നിങ്ങളുടെ കബോർഡിലോ നിങ്ങളുടെ ടേബിളിലോ വെച്ചിട്ട് അടച്ച റൂമിലാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ പിറ്റേ ദിവസം വന്ന് നോക്കി കഴിഞ്ഞ് മണത്ത് കഴിഞ്ഞാൽ ഒരു മണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷെ
ഓപ്പൺ പ്ലേസിൽ നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഒരു പെർഫ്യൂം ഒരു കമ്പനിക്കാരും നിങ്ങൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടതെന്ന് പറയും. ഒരു പെർഫ്യൂമിന്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇന്റർനാഷണൽ ലോയിൽ പോലും ഇന്റർനാഷണൽ നിങ്ങളുടെ നെറ്റിലോ യൂട്യൂബിലോ പോലും അല്ലെങ്കിൽ എന്തിലും അതിലുണ്ടാവും 8 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ. പിന്നെ ആൾക്കാർ 24 മണിക്കൂർ വേണം 2 ദിവസം പെർഫ്യൂം നിലനിൽക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അതിലേക്ക് അതിന്റെ ചേർത്തൊരു ചോദ്യം കൂടെ ചോദിക്കാണ്. ഈ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റുന്ന പറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പെർഫ്യൂമേ പഠിക്കാൻ ഈസിയാണോ? പെർഫ്യൂം ഉണ്ടാക്കൽ ഈസിയാണ്. അതായത് ഒരു ക്യാമറാമാന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പോലെ എടുക്കാം. ഞെക്കി കഴിഞ്ഞാൽ ഫോട്ടോ ഡിജിറ്റൽ. പെർഫ്യൂം അതേമാതിരി ജ്യൂസ് മേക്കറെ പോലെ കുറച്ച് മണത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെർഫ്യൂം ആവും. അത് എങ്ങനെ ഉണ്ടാക്കണം, ഏതൊക്കെ കൂടണം, ഏതൊക്കെ മണങ്ങൾ എങ്ങനെ ചെയ്തു, എങ്ങനെ ഓരോ മണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈസിയാണ്. അത് പഠിച്ചേ പറ്റും, അത് പഠിപ്പിക്കാൻ പറ്റും. എന്നോട് പലരും പറയാം അതൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് എടുത്തിട്ട് ഞാനത് ആപ്പിളാണെന്ന് പറഞ്ഞാൽ അത് പകുതിന് വേണ്ട. അപ്പൊ അത് പഠിക്കാം. ഓരോ മണങ്ങൾ ഇന്നതാണെന്ന് നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തടുക്കാനാവില്ല, നിങ്ങൾക്ക് പഠിക്കാം തീർച്ചയായിട്ടും. പെർഫ്യൂം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഈസിയാണ്. ഏസ് ജ്യൂസ് മേക്കർ പോലെ നിങ്ങൾക്ക് പെർഫ്യൂം ഉണ്ടാക്കാം. പക്ഷെ പെർഫ്യൂമർ ആവണമെന്നുണ്ടെങ്കിൽ അത് പോലെ ഒരുപാട് മണങ്ങളെ കുറിച്ച് ഒരു പെർഫ്യൂം അടിച്ചു തന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം കിട്ടിയ മണം എന്താണ്, അതിനെ ടോപ്പ് എന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നത് എന്താണ്, അതിന്റെ മിഡിൽ നോട്ട് എന്ന് പറയും. അതിന് ലാസ്റ്റ് കിട്ടുന്നത് എന്താണെന്നാണ് അതിന്റെ ബേസ് എന്ന് പറയും. അതായത് ഫസ്റ്റ് തട്ട്, സെക്കൻഡ് തട്ട്, മൂന്നാമത്തെ തട്ട്. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന മണങ്ങളാണ് ലാസ്റ്റ് വരുന്ന മണമാണ് ബേസ്. അത് പഠിച്ചുണ്ടാക്കുക. അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം മുട്ടായി വേണം, സ്വീറ്റ് വേണം, ഫ്രഷ് വേണം, കുറച്ച് പനീലുണ്ട്, കുറച്ച് അങ്ങനെ ഓരോന്ന് തോന്നും നമുക്ക്. അത് പഠിച്ചുണ്ടാക്കാൻ കുറച്ച് മെനക്കിടും. അത് ഞാൻ അതിലേക്ക് കൂടെ ചോദിക്കാണ്. ഇപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് പെർഫ്യൂമിനെ പറ്റി പഠിക്കണം, പെർഫ്യൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രിപ്പറേഷൻ എനിക്ക് ആഗ്രഹമുണ്ട് പഠിക്കണം. സോ ഞാനത് എവിടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഇപ്പം ഡോക്ടർ മെഡിസിൻ പഠിക്കുന്ന ആൾക്കാർക്ക് കോളേജ് ഉണ്ട്. അപ്പം ഓരോന്നിനും പറയണത് പോലെ അതിന്റെ പ്രത്യേക അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ പെർഫ്യൂമിന്റെ അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു കരിയർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാല്? പറ്റും. പക്ഷെ പെർഫ്യൂം കോഴ്സ് ആയിട്ട് നാട്ടിൽ എന്റെ ഇന്ത്യയിൽ തന്നെ വളരെ കുറവ്. എവിടെ കാണണം, വളരെ കുറവ്. ഫ്രാൻസിൽ പോലും അത് കുറവാണ്. പക്ഷെ അവർ പെർഫ്യൂം ഉണ്ടാക്കുന്നിടത്ത് ഞാൻ കാണിച്ചത് ഉണ്ടാക്കുന്ന കുറച്ച് നോട്ട്സുകൾ ഇതൊക്കെ പറഞ്ഞു തരും. പക്ഷെ അതിന് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ മാനദണ്ഡം. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവസാനം പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതാണ് ഓരോ നോട്ട്സുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അത് എക്സാക്ട് ഇത് ഊറ്റിയെടുക്കുന്നത് വേറെ ജോലിയാണ്. നമ്മളൊരു സാധനം ബാഷ്പീകരിച്ചിട്ട് ഡ്രോപ്സ് ആയിട്ട് എടുക്കുന്നത് വേറെ. നമ്മളത് ആ ഡ്രോപ്സിലെ വിലക്ക് വാങ്ങിയിട്ട് അതിനെ മറ്റുള്ളവരിൽ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു മണമാക്കി കൊടുക്കുകയാണ് നമ്മുടെ പണി. അപ്പൊ അതാണ് ശരിക്കുള്ള പെർഫ്യൂമേഴ്സ്. അത് ആ പെർഫ്യൂമിൽ ഇന്ന മണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം ഏത് സാധനം, ചിലൊരു സാധനം നമ്മൾ പെർഫ്യൂമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കെടുക്കും. അതിന് ടോപ്പ് പൊങ്ങിയിട്ട് തന്നെ കെടുക്കുള്ളൂ. ചില മണങ്ങൾ നമ്മൾ എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാൽ മിഡിലായിട്ട് ഇങ്ങനെ രണ്ടില്ലാത്ത നിൽക്കും. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നവൻ അവൻ തറവാടി എന്ന് പറയും എന്റെ ഭാഷയിൽ. അവനാണ് ബേസ്. അവൻ തറവാടി. അതായത് ആദ്യം ഇടാ നീ ചെല്ലടാ, രണ്ടാമത്തെ ആള് പറയുന്നത് ഞാൻ അതിന്റെ ശാപം പോയിട്ടും ശരിയല്ല, രണ്ടാമത്തെ ആളെ പറഞ്ഞേക്കും. ലാസ്റ്റ് ആണ് ബേസ് എന്നുള്ള സാധനം. അവനാണ് തറവാടി. എനിക്ക് ബേസ് വേണ്ടത് ഗാർഡേനിയുടെ ബേസ്, എന്റെ പെർഫ്യൂം നോട്ട്സിലെ ഗാർഡേനിയ ബേസിൽ വേണമെന്ന് പറഞ്ഞു. അത് നമുക്ക് ചെയ്യാം. അതായത് അപ്പൊ കുറച്ച് നോട്ട്സുകൾ വെച്ചിട്ട് ഉണ്ടാക്കുള്ളൂ. ഗർദീന മാത്രം നമുക്ക് 1-2 നോട്ട്സുകൾ മാത്രം കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഗർദീനയുടെ ഫ്രണ്ട്സ് അത് മാത്രം ബേസ് ആക്കി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം പെർഫ്യൂമിന്റെ പഠനത്തെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ പഠിക്കാൻ പറ്റുന്നൊക്കെ. ഇപ്പം യൂസഫാനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഒത്തിരി രാജ്യത്ത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഈ പല രാജ്യങ്ങളിൽ പോയിട്ട് പെർഫ്യൂം എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ ഏതൊക്കെയാണ് അവരുടെ മെയിൻ പെർഫ്യൂം? നമ്മുടെ അറബികളുടെ പെർഫ്യൂം വരുമ്പോഴത്തേക്ക് സംതിങ് ഊദ് മസ്ക് ആയിരിക്കുമല്ലോ. അതേപോലെ ഇപ്പൊ യൂസഫായി സഞ്ചരിച്ച രാജ്യങ്ങളില് ഈ ഒരു രാജ്യത്തെ പെർഫ്യൂം അല്ലെങ്കിൽ ഇവിടുത്തെ പെർഫ്യൂമുകളുടെ സ്മെല്ല് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ ഒരു യൂണിക് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് രാജ്യത്തിന്റെ പെർഫ്യൂം ആണ് എക്സ്പീരിയൻസ് ചെയ്തതിൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണം അറബ്സിന്റെ മണമാണ്, മിഡിൽ ഈസ്റ്റ് മണം. കാരണം സുഗന്ധങ്ങളെ പ്രണയിക്കുന്നവരും, അതായത് അതിനും നല്ല മലയാളത്തിലും നല്ലൊരു അറബിക് ലാംഗ്വേജ് പറയണം സുന്നത്ത് റസൂൽ. അതായത് ജീവിതചര്യയായിട്ട് കൊണ്ടുനടക്കുന്നത്, നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരുപാട് കൂലി കിട്ടുന്നതും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് 2 കാര്യങ്ങൾ റിജക്റ്റ് ചെയ്തതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ തരുന്ന പുഞ്ചിരി അത് തിരിച്ചു കൊടുത്തേ മതി.
തിരിച്ചു. ഒരാൾ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യുമ്പോഴോ അല്ല ആ മണങ്ങൾ തരുമ്പോൾ ആ ഹദിയ നിങ്ങൾ റിജക്റ്റ് ചെയ്തിരുന്ന. ഈവൻ നിങ്ങൾ ഷോപ്പിംഗ് മാളിലോ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാൾ സ്പ്രേ അടിക്കുമ്പോൾ നോ നോ എന്ന് പറയരുത്. നിങ്ങൾ കൈ കാട്ടിയിട്ട് സുഗന്ധമാണ്, അതിനൊരിക്കലും റിജക്റ്റ് ചെയ്തിരുന്നു റസൂൽ പറഞ്ഞു. ലോകത്തെ ഏറ്റവും നല്ല ആർട്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും പെർഫ്യൂം. കാരണം ഈ എന്നെ കേൾക്കുന്ന ഈ വോയിസ്, എൻ്റെ ഈ വോയിസ് അതേ ശബ്ദത്തിൽ പുറത്തുകൾ കേൾക്കുന്നുണ്ടാവും ഉണ്ടല്ലോ. ഞാൻ ഇട്ടിരിക്കുന്ന ഇത് മടിച്ചിരുന്നത് ഈ കാണുന്നതിന്റെ കളറുകൾ എന്താണ്, ഇത് ഇട്ടിരിക്കുന്ന നൂലിന്റെ കളർ പോലെയല്ല. ഇതേ ലൈവിൽ ലോകത്തിന്റെ ഏത് മൂലക്കിലും കാണാം. പക്ഷെ ഞാനൊരു ബോട്ടിലിൽ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഇന്നേ വരെ ലോകത്ത് ഒരു ടെക്നോളജിയും അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അവിടെയാണ് SNOS. ലോകത്തെ ഏറ്റവും വലിയ വേപ്പണ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൂക്കാണ്. നിങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ മനസ്സിലാവുന്നതും നിങ്ങൾക്ക് ബീച്ചാണെന്ന് മനസ്സിലാവുന്നതും നിങ്ങളുടെ എല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത് മൂക്ക്. സ്വന്തം അമ്മനെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് 6ാമത്തെ മാസത്തിൽ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് കാതിലൂടെയോ കണ്ണിലൂടെ അല്ല, മൂക്കിലൂടെയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പിടിപ്പുള്ള വേപ്പണ എന്താണെന്ന് വെച്ചാൽ SNOS. അവിടെയാണ് നോസിന്റെ വാല്യൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പെർഫ്യൂമറായിരിക്കും. അപ്പൊ എന്താ പറഞ്ഞാൽ സുഗന്ധമായി ചിന്തിക്കുക, സുഗന്ധമായി പ്രവർത്തിക്കുക. അപ്പൊ എന്താണ് സുഗന്ധങ്ങൾ? നിങ്ങളുടെ പുഞ്ചിരികൾ, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, നിങ്ങളുടെ നല്ല ഡ്രസ്സിങ്, നിങ്ങളുടെ വാക്കുകളുടെ വാല്യൂ, അത് ഉണ്ടാവും തോറും നിങ്ങളുടെ സുഗന്ധം ഉണ്ടാവും. ഇതാണ് യൂസഫായി. അതായത് ഒരു ഇപ്പം യൂസഫായി സ്റ്റാർട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പെർഫ്യൂം ഉണ്ടാക്കുക, ബ്ലെൻഡ് ചെയ്യുന്നത് അതൊരു ആർട്ട് തന്നെയാണ്. സത്യമാണ്. അത് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ പെർഫ്യൂം ബ്ലെൻഡ് ചെയ്ത് ഒരാളിലേക്ക് ആ ഒരു മണം എത്തിക്കും, അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അതാണ് ഇപ്പൊ യൂസഫായിനെ സംബന്ധിച്ചിടത്തോളം പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ആർട്ട് എന്നതിനേക്കാൾ ഉപരി ആൾക്കാരിലേക്ക് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം. യൂസഫായി അതിനൊരു ഹാറ്റ്സ് ഓഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസി ലൈഫിൽ ആൾക്കാർ പോകുമ്പോൾ പുഞ്ചിരിയുടെ കാര്യം യൂസഫായി പറഞ്ഞു, പുഞ്ചിരിക്കാൻ ആൾക്കാർ മറന്നു പോകുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പം ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ, പക്ഷെ എന്തുകൊണ്ട് പുഞ്ചിരിച്ചുകൂടാ? നമ്മൾ പുഞ്ചിരിക്കാൻ, നമ്മൾ മാക്സിമം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പൊ നമുക്ക് നമ്മളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്കും നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്കും ആ ഒരു എനർജി കിട്ടും. തീർച്ചയായിട്ടും അവിടെയാണ് പറഞ്ഞ മതി. ഒരു സുഗന്ധം ഉപയോഗിക്കുന്നവൻ മറ്റുള്ളവർക്ക് ഗുണം പകരുന്നു. അതവൻ ഉപയോഗിക്കുന്നതിന്റെ കൂടെ മറ്റുള്ളവർക്ക് അതിന് ഗുണങ്ങൾ, പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവർ മണത്തോട്ട് മാഷാ അല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അതായത് സുഗന്ധം, അതായത് പേര് നടക്കുന്നവന്റെ മണം അവന്റെ കൂടെ നടക്കുന്നവനക്ക് നല്ല ഹാപ്പി മൂഡ് കൊടുക്കുന്നതാണ്. കാരണം നീ ഒരു പെർഫ്യൂം അടിച്ച് നിന്റെ കൂടെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആണ് നിന്നിട്ട് കൂടെ നടക്കാൻ. അപ്പോൾ സുഗന്ധമായിട്ട് നടക്കുന്നവരുടെ കൂടെ ആൾക്കാരുണ്ടാവും. അത് നല്ല പ്രവൃത്തിയാണ്. അത് വേണ്ടാത്ത പ്രവൃത്തിയായിട്ട് നടക്കുന്നവരാണ് പറഞ്ഞില്ലേ, അവർക്ക് അവരുടെ മനസ്സും ശരീരവും ചിന്താഗതികളും ഇടുങ്ങിയതും അത് എന്താ പറയാ കറുത്തിരിക്കുന്നതാണ്. ഞാനത് ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഞാൻ പറയുന്നത്, ഒരുപക്ഷെ കക്കാൻ പോകുന്നവനക്കോ പിടിച്ചു പറിക്കാൻ പോകുന്നവനക്കോ കൂട്ടിക്കൊടുക്കാൻ പോകുന്നവനക്കോ ഒരിക്കലും പെർഫ്യൂം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവന്റെ മനസ്സിൽ സുഗന്ധമില്ലാത്തത്. അവനക്ക് സുഗന്ധം ഉപയോഗിക്കാൻ കഴിയില്ല. മനസ്സ് സുഗന്ധമാവും. പെർഫ്യൂം ഉപയോഗിക്കുന്ന ഒരുപക്ഷെ കള്ളൻ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ കള്ളൻ വന്നാൽ മനസ്സിലാവും. ഒരിക്കലും കള്ളന്മാർ ഒരിക്കലും സ്പ്രേ ഉപയോഗിക്കില്ല. അപ്പൊ സ്പ്രേ ഉപയോഗിക്കുന്നവൻ, പെർഫ്യൂം ഉപയോഗിക്കുന്നവൻ മനസ്സിലാക്കുക, ഈസ് ഗുഡ് മാൻ, ഈസ് എ ഗുഡ് മാൻ, ഈസ് ലുക്ക് നൈസ്. അത് പറയിക്കാൻ നിങ്ങൾ പെർഫ്യൂം ഉപയോഗിക്കുക. എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യൂസുഫായി എന്നുള്ള ബ്രാൻഡ് ലോകം മുഴുവൻ പരക്കണം. ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ, ഇപ്പൊ ഇന്റർനാഷണൽ ബ്രാൻഡാണ്, അതേപോലെ അത് മറ്റുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ് ചാനൽ ആവാം, ക്രിസ്ത്യൻ ഡിയർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ പേക്കറോപ്പൺ, അങ്ങനത്തെ ബ്രാൻഡിന്റെ ലെവലിൽ നിൽക്കണം. അത് വെറും പൈസയുടെ ബ്രാൻഡ് എന്നല്ല, എന്നെ പോലെ ഒരു പാഷനായിട്ട് മെനക്കെടുന്ന, മലയാള ഭാഷയാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണക്കാരൻ, മെനക്കെടുന്ന വ്യക്തികൾക്ക് കഴിവുകളുണ്ടെങ്കിൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡ് ആവാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അതിൻ്റെ ഒരു ചാലഞ്ച്. യൂസഫായി, ആരായിരുന്നു യൂസഫായിയുടെ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് സപ്പോർട്ടർ? ആരായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ? എന്നെ എന്റെ മരിച്ച ജ്യേഷ്ഠൻ അബ്ദുൽ അസീസ് എന്നാണ്. മൂപ്പരെ കാണുന്നതോ ചിന്തിക്കുന്നതോ പോലൊരു സുഖത്താണ് എന്നെ സംബന്ധിച്ച്. പുഞ്ചിരിച്ച മുഖമല്ലാതെ എന്റെ ജ്യേഷ്ഠന്റെ മുഖം കണ്ടവരാരുണ്ടാവില്ല. പുഞ്ചിരിച്ച മുഖം, കെടുക്കുമ്പോൾ പോലും പുഞ്ചിരിച്ച് കിടക്കുന്നൊരു മനുഷ്യൻ. മൂപ്പര് ചിന്താഗതികൾ അതാണ്. ഇപ്പം
വേറൊരു കാര്യം കൂടെ എടുത്തു വരാണ്. നമ്മുടെ ലുമിനോ ഫോക്കസ് ആക്ച്വലി ഇപ്പൊ പോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലുമിനോ ഫോക്കസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ പോസിറ്റിവിറ്റി സുഗന്ധം പരത്തുന്ന യൂസഫായി നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നമ്മുടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ചാനലിന്റെ സ്വാദം മറക്കണ്ട. ഓക്കെ, അപ്പൊ യൂസഫായി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സുലൈമാനിക്ക് ഒരു മണമുണ്ട് ഇല്ലേ യൂസഫായി? ഇനി ഞാൻ ഒരു ചലഞ്ച് തരാം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു പെർഫ്യൂം ലവർ ആണ്. തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പെർഫ്യൂംസ്, ബ്രാൻഡഡ് പെർഫ്യൂംസ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവിടെ കണ്ണ് കെട്ടിയിട്ട് യൂസഫായി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം ഏതൊക്കെയാ പെർഫ്യൂം, ഏതൊക്കെയാ ബ്രാൻഡ് എന്നുള്ളത്. എത്രയാ കാണുന്നില്ല? എന്തെങ്കിലും ഗസ് ചെയ്തേ. കറക്റ്റ്. അപ്പൊ കാണുന്നുണ്ട്, എന്നാലും സാരമില്ല. അപ്പൊ യൂസഫായി ഞാനിവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ബ്രാൻഡഡ് പെർഫ്യൂംസ്. അപ്പൊ യൂസഫായിക്ക് സ്മെല് ചെയ്യാം. ഉറപ്പുണ്ട്. പറയാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നൈറ്റ് കൂടുതലും ഈ ഡേ പെർഫ്യൂം, നൈറ്റ് പെർഫ്യൂംസ് അങ്ങനെയുണ്ടോ? കാരണം ഈ ഒരു പെർഫ്യൂം ഇപ്പൊ ഞാൻ തരാൻ പോകുന്ന പെർഫ്യൂമും ഇതെനിക്ക് നൈറ്റ് കൂടുതൽ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, അതെ അതെ അതെ, എനിക്ക് സംശയമൊന്നുമില്ല, ഈസി ആയിട്ട് അറിയും. ഇത് എന്റെ ഫേവറേറ്റ് പെർഫ്യൂം ആണ്. എന്ന് വെച്ചാല് ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. സോ ഈ പെർഫ്യൂം എന്തായാലും പറയാന്ന് എനിക്കറിയാം. ഈ ഒരു പെർഫ്യൂമിനോട് പ്രത്യേക ഇഷ്ടം എനിക്ക് കൂടുതലുണ്ട്. ഞങ്ങളുടെ കടയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനമാണ്. ഞാന് എല്ലാ വരുന്ന ഇന്ത്യൻ കസ്റ്റമറുകളോടും നമ്മുടെ ആൾക്കാരോടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ് ഇന്റർനെറ്റ് റോജ് എന്ന് പറയുന്നത്. ജീവൻസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അടുത്ത പെർഫ്യൂം പേര് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഇതിന്റെ നോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാലും മതിയേ. ഓക്കെ, അതെ അതെ അതെ, അടുത്ത ഇത് നോട്ട്സ് പറഞ്ഞാൽ മതി. പേര് പറഞ്ഞില്ലെങ്കിൽ പേര് പിന്നെ ഞാൻ പറയും. സ്മോക്കി ലെതറി സ്മെല്ലിലാണ്. ഒരു ജെന്റ്ലി ഒരു മെൻ ഫ്രാഗ്രൻസ് ആണ് സാധനം. അട്രാക്റ്റീവ് സാധനമാണ്. ആക്ച്വലി ഇത് നല്ല സ്മെല്ലാണ്. ഇത് ഒരു മറ്റൊരു ഡിസൈനറിന്റെ പേര് ഇതിലൂടെ നല്ല മണമാണ്. അസുറൻസ്, അതായത് നമ്മുടെ അസുബ്രോയുടെ പെർഫ്യൂം ആണ്. അസുറൻസ് എന്ന് പറയുന്നത് സ്പൈസ്ഡ് പെർഫ്യൂം ആണ്. ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയോ യൂസഫായി? ഇതിന്റെ ബേസ് നോട്ട് ആണ്. ഒരു അരാമ ഫുഡ് പൗഡറി സ്മെല്ലാണ് ലാസ്റ്റ്. ഇത് ഫസ്റ്റ് അടിക്കുമ്പോഴത്തേക്കുള്ള സ്മെല്ല് വുഡിയാണ്, പക്ഷെ ലാസ്റ്റത്തെ ആ ഒരു ബേസ് ഉണ്ടല്ലോ അത് കുറെ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ആണ് കേട്ടോ. ഞാൻ ഇതുവരെ അസുബ്രോയോട് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം തന്നെയാണ്. അപ്പം യൂസഫായി ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഒരു പെർഫ്യൂം യൂസഫായിനെ കൊണ്ട് ലൈവായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. എനിക്കറിയാം പലരും ഷോപ്പിൽ വന്നിട്ട് യൂസഫായി പെർഫ്യൂം മേക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പോഡ്കാസ്റ്റില്, നമ്മുടെ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റില് യൂസഫായിയുടെ ഒരു ലൈവ്, അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ സുഗന്ധം വരുത്തുകയാണ്. അപ്പൊ പെർഫ്യൂം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ ഇന്നത്തെ പെർഫ്യൂം ഉണ്ടാക്കും. അതിനുള്ള ഭാഗ്യം കിട്ടിയത് പേര് വിൽസി. ഇത് നിങ്ങള് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇതിപ്പോ നമ്മൾ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ആ ഫീലും കൊണ്ട് ആ മണം കിട്ടുന്നുണ്ടെന്ന് നോക്കി മണത്തം. ഇത് പ്രത്യേകിച്ച് കേരളത്തിന്റെ കാടുകൾ, കേരളത്തിന്റെ വീടുകൾ, കുളങ്ങൾ, ഇലകൾ മണത്താൻ കിട്ടുന്ന ഒരു മണം. അങ്ങനെ ഉണ്ട്. എന്താണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഫീലിങ്ങിലൂടെ കാണിച്ച്
പ്രേക്ഷകർ കാണും. ഞാൻ വായിക്കും പറയുന്നത് ഓരോ കീഞ്ഞ മണാണ്. അതൊന്നും പെർഫ്യൂമിൽ പോവില്ല. അതുകൊണ്ടാണ് അത് കിട്ടാൻ നമ്മൾ ആദ്യം മനസ്സ് ശരിക്കും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി മനസ്സിലാവും. നമ്മള് അപ്പൊ ഈ മണങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നോക്കി ഇതാ നമ്മൾ പെട്ടെന്ന് നിറവഴിക്കട്ടെ ടപ്പ് 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 ഉണ്ടാക്കിക്കാൻ മതി. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ലേഡീസ് ഫ്രാഗ്രൻസ് മഡിന്റെ മണവും ഫ്ലവറിന്റെ മണവും ഫ്രൂട്ടി മണവും ഒക്കെ കൂടി ചേർത്തിട്ട് നല്ല മണം ഉണ്ടാക്കാൻ പോകാം. റെയിൻ നൈറ്റ്, രാത്രി പെയ്യുന്ന മഴ. മഴ കിട്ടാത്ത കാരണം ഇവിടെ മഴയിൽ നിന്ന് നമ്മൾ തുടങ്ങും. മണ്ണിന്റെ ഒരു മണമാണ് പച്ചോളി. അത് മിക്ക പെർഫ്യൂമിലും ഉണ്ടല്ലേ ആ നോട്ട്. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് അറബിക് ടൈപ്പും ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് പച്ചോളി. നോർമലി നമ്മൾ പെർഫ്യൂംസിൽ ഈ പറയുന്ന പച്ചോളി, ഓറഞ്ച് ബ്ലോസം, ജാസ്മിൻ അല്ലേ, ഇതൊക്കെ മിക്ക പെർഫ്യൂംസിലെ നോട്ട്സിൽ നമ്മൾ കാണാറുണ്ട്. ഞാൻ സംസാരിക്കുന്നത് പെർഫ്യൂം ഷോപ്സിലൊക്കെ ഉള്ള സമയത്തെ എല്ലാ ദിവസവും ഉണ്ട്. ഏതെങ്കിലും ദിവസങ്ങളിലെ ചില പെർഫ്യൂംസ് ഇങ്ങനെ പെട്ടെന്നൊരു മൂഡ് തോന്നുവാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പെർഫ്യൂം ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് മൈൻഡിൽ ഒരു നോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ പെട്ടെന്നൊരു മൂഡ് തോന്നുവാണ്. യൂസബായി ഒരു പെർഫ്യൂം ബ്ലെൻഡ് ചെയ്യുന്നു, എപ്പോഴെങ്കിലും അതിന്റെ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു മൂഡ് തോന്നും? അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും യൂസബായി അങ്ങനെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മേക്ക് ചെയ്ത പെർഫ്യൂം ഇത് കൊള്ളാലോ, വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന പെർഫ്യൂം പോലും മഡ് ഫ്രൂട്ടി മണം ചേർന്നിട്ടുള്ള ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഞാൻ എന്നും എപ്പോഴും ഉച്ചക്ക് എടുക്കുമ്പോഴാ അല്ലെ ഏത് നേരത്തും എന്റെ അടുത്ത് തൊട്ടടുത്ത് നോട്ട്സുകൾ ഉണ്ടാവും. അത് നോട്ട് ചെയ്തോണ്ട് പേരാവാം, വാക്കുകളാവാം, മണങ്ങളാവാം, ഗന്ധങ്ങളാവാം, അങ്ങനെ നോട്ട് ചെയ്തോണ്ട് കുറെ കാലം ഞാൻ അത് എപ്പോഴും ഇത് കൂടെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ എഴുതി നോട്ട്സ് അല്ലേ. ഈ ആൾക്കാരുടെ സ്വഭാവവും പെർഫ്യൂംസും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇതൊന്നും തമാശ പറയുന്നല്ല. അതായത് നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് കടയെ കയറി കഴിഞ്ഞാൽ പോലും നമുക്ക് അയാളുടെ ക്യാരക്ടർ, റെഡിമെയ്ഡ് കറക്റ്റ് ആയിട്ട് ഡ്രസ്സ് വെക്കുന്നവനാണ് അയാൾക്ക് മനസ്സിലാവും. അയാൾക്ക് ഏതൊരു ഡ്രസ്സാണ്, എന്താണ് വേണ്ടിയത്, അയാൾ ഫ്രീക്കനാണോ, ചെത്താണോ, ക്ലാസിക് ആണോ എന്ന് മനസ്സിലാക്കാൻ അത് എക്സ്പീരിയൻസ് ആണ്. ഇമോഷൻ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരും, ഒരുപാട് കാലഘട്ടം കൊണ്ടുവരും. ഇപ്പൊ നമ്മള് ഫ്രൂട്ടി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫ്രാഗ്രൻസ് ചെറിയൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കാണികൾക്ക് ഇതൊന്നും മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. എന്നാലും അല്ല, അത് മനസ്സിലാക്കേണ്ട വെച്ചാൽ യൂസഫായുടെ ആ ഒരു പെർഫ്യൂമിന്റെ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന പെർഫ്യൂം നമുക്ക് ഇച്ചിരി ചെറിയൊരു സെറ്റപ്പില് യൂസഫായി അത് ചെയ്തു തരാന്ന് പറഞ്ഞു തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. നേരം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു 10 മിനിറ്റ്സോട് യൂസഫായി എടുത്ത് യൂസഫായി ഇങ്ങോട്ട് കാര്യം പറയട്ടെ. എനിക്ക് പെർഫ്യൂം അടിച്ചെങ്കിൽ എനിക്ക് ഓൾറെഡി സ്മെല്ല് കിട്ടി. യൂസഫായി അടിച്ചപ്പോ സ്മെല്ല് ഇവിടെ വന്നു. ഇവിടെ യൂസഫായുടെ അങ്ങനത്തെ ചില പൾസ് പോയിന്റ് പറയാറുണ്ട് പെർഫ്യൂമിന്റെ, നമ്മുടെ കൈയുടെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഇല്ലായിട്ടൊന്നുമില്ല. പക്ഷെ അത് നമ്മളുടെ ചിലപ്പോൾ റബ്ബ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കൈകളും കാലുകളും എത്തുന്ന ഒരാൾക്ക്, അല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മണങ്ങളും മറക്കാം, അതുകൊണ്ട് പറയാറുണ്ട് നെക്കിലൊക്കെ ഉപയോഗിക്കാൻ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധാരണ നിങ്ങൾ പെർഫ്യൂമും സാധാരണ പെർഫ്യൂമും അല്ല പെർഫ്യൂമും ഉപയോഗിക്കുന്ന നമ്മൾ നിങ്ങൾ സ്പ്രേ ചെയ്യും. അതല്ല അപ്പൊ സത്യം പറയാലോ, പെർഫ്യൂമിനെ പറ്റി ഒന്നും പറയാനില്ല. അത്ര അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്റെ ഒരു ബ്രെയിനിന്റെ ആവശ്യമില്ല. പക്ഷെ താങ്ക് യു സോ മച്ച് യൂസഫായി, എനിക്കൊരു പെർഫ്യൂം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നതില് താങ്ക് യു സോ മച്ച്. അപ്പം എന്താ പറയാ, ഒത്തിരി സന്തോഷമുണ്ട് യൂസഫായി. കാരണം എനിക്കറിയില്ല, ഇപ്പം മോർ ദാൻ 1 hour നമ്മൾ സംസാരിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. ഞാനൊരു
ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്കറിയാം യൂസഫ് ഭായി നമ്മൾ കുറെ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, യൂസഫ് ഭായിയുടെ ഒരു ജേർണി അല്ലെങ്കിൽ യൂസഫ് ഭായിയുടെ ഓരോ നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ പലതും കാണുന്നുണ്ട്. അപ്പം വളരെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ഇൻഡസ്ട്രിയെ പറ്റി അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സംസാരം എല്ലാം ഉണ്ട്. അപ്പം ആദ്യമേ തന്നെ ഒരു വലിയൊരു നന്ദി പറയാണ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നതിൽ. എന്റെ മക്കളെ, ഒരുപാട് നന്ദി നിങ്ങൾക്കും ഉണ്ട്. അത് എത്ര ആള് കാണുന്നല്ല, ആവശ്യമുള്ളവർക്ക് അത് ചെയ്ത് കാണും. ഒരാളാവട്ടെ, രണ്ടാളാവട്ടെ. അത് നല്ല ഗസൽ പാട്ട് ഗാനങ്ങളൊക്കെ ചില ഡാൻസ് നടത്തുന്നുണ്ട്, ചില ഗസൽ ആസ്വദിച്ച് കാണുന്നുണ്ട്. അതേപോലെ ആസ്വദിച്ച് കേൾക്കുന്നവരുണ്ടാവും. അത് ഒരാളായാലും 2000, അങ്ങനെ 1, 2, 3, 4, 10 ചേർന്നിട്ടാണ് യൂസഫ് ഭായി എന്നുള്ള ആള് ഈ മില്യൺ എന്നുള്ള ഫോളോവേഴ്സിലേക്ക് എത്തിയത്. അതേപോലെ ഓരോ ചാനലുകളും ഓരോ വരുന്ന എല്ലാവരും ആർക്ക് നന്മകളും ആർക്ക് അറിവുകളും നേടിക്കൊടുക്കുന്നവർ സക്സസ് ആവട്ടെ, വിജയിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതാണ് ഏറ്റവും നല്ല സുഗന്ധങ്ങൾ. ഒരാൾക്ക് നമ്മ കൊടുക്കുന്ന അറിവുകൾ പോലും നല്ല സുഗന്ധത്തിൽ കൊടുക്കും. ഇൻഷാ അല്ലാഹ്, വിഷ് യു എവരിവൺ സ്പ്രെഡ് സ്മൈൽ മോർ ആൻഡ് വിത്ത് ഗുഡ് ക്യാരക്ടർ. താങ്ക് യു സോ മച്ച്. അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബി ഹാപ്പി. അസ്സലാമു അലൈക്കും.